ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കറി ലീവ്സ് ബൈ തുഷാര ഷിനു എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കടലപ്രഥമനാണ്. അപ്പോൾ ഈ കടലപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കടലപ്പരിപ്പ് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ചവ്വരി, സാവൂനരി എന്നും പറയും, 75 ഗ്രാം എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ടും കിസ്മിസും ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് നെയ്യ്, ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണ്. ഇനി ആദ്യം ഈ കടലപ്പരിപ്പും ചവ്വരിയും നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേറെ വേറെ രണ്ട് കുക്കറിലായിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പൊ ചവ്വരി വേവിക്കുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 5-6 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും വെന്ത് കിട്ടും. അതവിടെ കിടന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കാം. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ വറുത്തെടുക്കാം. ഇപ്പൊ ഇത് കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. ആ തവി വെച്ച് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഒരു 6 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയത്. ഇപ്പം ഞാൻ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടും ചൂടായിട്ട് വരുമ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. ഇതിൽ നമുക്ക് കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കടലപ്പരിപ്പ് ഇട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയാണ് ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളത്. അത് ഇതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10-15 മിനിറ്റ് ആ മധുരം ആ കടലപ്പരിപ്പിൽ പിടിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച് ചവ്വരി ചേർക്കാം. ഇനി അതും ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ശർക്കരയുടെ മധുരം അതിലും കൂടെ പിടിക്കുന്ന തരത്തിൽ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിൽ മധുരമൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല്, തേങ്ങാപ്പാല് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരുമ്പം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം എപ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടുന്നത്. ഇപ്പൊ നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ആ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് വെള്ളമൊക്കെ കുറെ വറ്റി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പായസം റെഡിയായി കിട്ടുന്നതാണ്. ഇനി ഇതും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാലാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ പായസം അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ ഫ്ലേവറൊക്കെ ആ പായസത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങ വറുത്ത് വെച്ചും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കടലപ്രഥമൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്രഥമൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.